بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. بسم الله الرحمن الرحيم. الحمد لله وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحابته أجمعين ثم ما بعد. നമ്മൾ സൂറത്തുൽ ഖമർ ആണ് നമ്മൾ പഠിച്ചത്. സൂറത്തുൽ ഖമറിന് ശേഷം സൂറത്ത് വന്നജ്ം, സൂറത്തുൻ നജ്ം. വന്നജ്ം സൂറ മക്കിയത്താണ്. മക്കിയത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതീർണമാണ്, അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കെ മക്കയിൽ ദഅവത്ത് നടത്തി അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൻ നജ്ം. മക്കയിൽ അവതീർണമാണ്. മക്കിയത്തായ സൂറത്ത്, മദനീയത്തായ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യാസം പല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ 13 വർഷത്തെ ദഅവത്തി കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകളെല്ലാം മക്കിയത്തായ സൂറത്ത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഇറങ്ങിയ സൂറത്തുകളൊക്കെ മദനീയത്തായ സൂറത്ത്. ചിലർ പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലും ആയിരിക്കെ ഇറങ്ങിയ സൂറത്തുകളൊക്കെ മക്കിയായ സൂറത്ത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ ഇറങ്ങിയ സൂറത്തുകളൊക്കെ മദനീയത്തായ സൂറത്ത്. ചിലർ ഒന്നുകൂടി വിശാലമാക്കിയിട്ട് പറഞ്ഞു, മക്കയിലും മക്കയുടെ പരിസര പ്രദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് വരുന്ന വഴിയിൽ, മിനയിൽ, അങ്ങനെയൊക്കെ അറഫയിൽ ഒക്കെ ആയിരിക്കെ ഇറങ്ങിയ സൂറത്തുകളൊക്കെ മക്കിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലും മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ, ബദറിൽ, അവിടെ നിന്നൊക്കെ ഇറങ്ങിയ സൂറത്തുകൾ മദനീയത്ത് എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഏത് നിർവചനം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും സൂറത്ത് വന്നജ്ം അത് മക്കിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കുമ്പോഴാണ് ഈ വന്നജ്ം സൂറ അവതീർണമാകുന്നത്. ചരിത്രത്തിൽ അത് എന്ന് ഇറങ്ങി എന്നതിൻ്റെ കൃത്യപരാമർശം പിന്നെ ഈ ഹബശീനിയയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാണത്. ഹബശീനിയയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഹിജറാബ്ദം നുബൂവത്തിൻ്റെ 5-ലാണ്. ആദ്യത്തെ ഹിജറ നുബൂവത്തിൻ്റെ 5-ാം വർഷമല്ലേ, റജബ് മാസത്തിൽ. അതിനെ തുടർന്ന് വന്നജ്മ സൂറ ഇറങ്ങുന്നുണ്ട്. അത് ചില റിപ്പോർട്ടുകളിൽ റമദാനിൽ. കാരണം വന്നജ്മ സൂറ ഇറങ്ങിയതിന് ശേഷം ഹബശീനിയയിലേക്ക് ഹിജറ പോയ പല മുസ്ലിമീങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ വിഷയത്തിലൊരു ചരിത്രമുള്ളതുകൊണ്ട് അവരുടെ തിരിച്ചു വരവ് ഷവ്വാലിലാണ്. അപ്പോൾ പിന്നെ നുബുവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിൽ ഇറങ്ങിയ സൂറത്താണിത് എന്നാണ് പല പിന്നെ പണ്ഡിതന്മാരും പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വന്നജ്ം സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ
ബഹുജന സമൂഹത്തിന് മുന്നിൽ ഓതി പാരായണം ചെയ്ത്. അതായത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികൾ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരസ്യ പ്രബോധനത്തിന് അനുവാദമല്ല, രഹസ്യ പ്രബോധനം. പക്ഷേ പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്ക നാളുകളിൽ ഒരു ജനസമൂഹത്തിന് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൂറത്ത് മുഴുവൻ ഓതിയിട്ട് അവരെ കേൾപ്പിക്കുന്നത് വന്നജ്മ് സൂറത്താണ്. കാരണം അതിനു മുമ്പ് റസൂലുള്ളാഹിക്ക് പരസ്യമായിട്ട് ഖുർആൻ ഓതാനുള്ള അനുവാദം ഉണ്ടായില്ല. കാരണം പരസ്യമായിട്ട് ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അവരെ ആക്രമിക്കുമായിരുന്നു, അതൊന്ന് അവരെ പ്രകോപിപ്പിക്കും. പിന്നെ അവരിലെ ആളുകൾക്ക് റസൂലുള്ളാഹിൻ്റെ ഖുർആൻ പാരായണം അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കാരണത്താൽ അവർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ പരസ്യമായിട്ട് ഓതാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഒരിക്കൽ മക്കക്കാരെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സമാഗതമായി. മുസ്ലിംസും ഉണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്, കൂടുതൽ ബഹുദൈവ വിശ്വാസികളാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാനാണ് ബഹുദൈവ വിശ്വാസികൾ വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിൽ നടത്തിയ ദഅവത്ത് ഈ വന്നജ്മി സൂറ ഓതലാണ്. വന്നജ്മി ഇദാ ഹവ മാ ضل സാഹിബുകും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൻ നജ്മ് മുഴുവൻ റസൂലുള്ളാഹി അവരുടെ മുമ്പിൽ ഓതിയപ്പോൾ അവരെല്ലാവരും സ്തബ്ധചിത്തരായി. മനസ്സിലായി? പ്രത്യേകിച്ച് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ പിന്നെ ഈ തുടക്ക ഭാഗങ്ങളൊക്കെ അവരുടെ മനസ്സിനെ ശരിക്കും ഇടിക്കണ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ആ പാരായണത്തിൽ അവർ വശീകൃതരാവുകയും അവരെ സ്തബ്ധചിത്തരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. ആ പാരായണത്തിൽ അവർ തീർത്തും ആകൃഷ്ടരായി. ഈ സൂറത്തുൻ നജ്മിൻ്റെ അവസാനത്തിൽ സുജൂദിൻ്റെ ആയത്തുണ്ട്, ഫഅബ്ദു ലില്ലാഹി വസ്ജുദു. ആ സുജൂദ് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. മുസ്ലിമീങ്ങൾ കൂടെ അവർ സുജൂദ് ചെയ്തപ്പോൾ ഈ മുശ്രിക്കുകൾ അവരറിയാതെ സുജൂദ് ചെയ്തു. കാരണം വിശുദ്ധ ഖുർആൻ തീർത്ത ആ മാസ്മരിക വലയത്തിൽ അവരെ തന്നെ മറന്ന് അവരാ സദസ്സ് പോലും മറന്ന മാതിരിയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ അവർ എന്ത് ചെയ്ത്? സുജൂദ് ചെയ്തു. ഈ സുജൂദിൻ്റെ വാർത്ത കാട്ടുതീ പോലെ പരന്ന് മക്കക്കാരെല്ലാവരും മുസ്ലിമീങ്ങളായി എന്നാണ് പറഞ്ഞത്. കാരണം മുഹമ്മദിനോടൊപ്പം അവർ സുജൂദ് ചെയ്തു പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ മുസ്ലിമീങ്ങളായി എന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്ത്? ഈ വാർത്ത പരന്ന് എല്ലാവരും മക്കയിൽ മുസ്ലിമായിരിക്കുന്നു. അങ്ങനെയാണ് റജബിൽ സൂറത്ത് റമദാനിൽ ഇറങ്ങുന്നത്. റജബിൽ ഹബ്ഷീനിയയിലേക്ക് ഹിജറ പോയവർ ഈ വാർത്ത ഹബ്ഷീനിയയിൽ അറിഞ്ഞ് മക്കയിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്ത്? ഹബ്ഷീനിയയിൽ നിന്ന് റമദാനിന് ശേഷം ഷവ്വാലിൽ തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്നത് മക്ക ഇനിയിപ്പോൾ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ കഴിയേണ്ട കാര്യമല്ലല്ലോ, വിദേശികളായിട്ട്. അപ്പോൾ എന്ത് ചെയ്ത്? അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർ മക്കക്കാർ ഇസ്ലാം സ്വീകരിച്ചതല്ല, പിന്നെയോ അവർ വിശുദ്ധ ഖുർആൻ കേട്ട മാത്രയിൽ അവർക്കുണ്ടായ ആ സ്വാധീനമാണ് അതിൽ സുജൂദ് ചെയ്തു പോയതാണ്. പക്ഷെ അവർ വീണ്ടും ശക്തമായി റസൂലുള്ളാഹിക്കും മുസ്ലിമീങ്ങൾക്കും എതിരിൽ വർത്തിക്കുകയും അവർ രൂക്ഷമായിട്ട് അവർ റസൂലുള്ളാഹിനോട് പെരുമാറുകയും പിന്നെയാണ് ഈ നിസ്സഹകരണവും മറ്റു പീഡന മുറകളൊക്കെ അവർ തുടർത്തുന്നത്. ഹബശീനയിൽ നിന്ന് ഷവ്വാൽ മാസത്തിൽ മടങ്ങി വന്നവരെ അഭിമുഖീകരിക്കുന്നത് മക്കക്കാരുടെ ഇസ്ലാം വാർത്തല്ല, പിന്നെ മക്കക്കാർ വീണ്ടും അവരുടെ കൊടിയ ശത്രുത അവർ പ്രവർത്തിക്കുന്ന വിവരമാണ് കിട്ടിയത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഹബശീനയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറക്ക് മുസ്ലിമീങ്ങളെ നിയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്ര പശ്ചാത്തലമാണ് സൂറത്ത് വന്നജ്മി അവതരിപ്പിക്കാൻ ഉള്ളത്. മനസ്സിലായോ? മക്കക്കാരോടുള്ള ദഅവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഒരു സൂറ മുഴുവൻ ഓതിയിട്ട് മക്കക്കാരെ കേൾപ്പിച്ചത് ഈ വന്നജ്മി സൂറ. പല ചരിത്രകാരന്മാരും പറയുന്നത് അത് നുബൂവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ 5-ാം ആണ്ടിൽ റജബ് മാസത്തിലാണ്. മനസ്സിലായോ? ഈ സുജൂദുമായി ബന്ധപ്പെട്ട മക്കക്കാരുടെ സുജൂദുമായി ബന്ധപ്പെട്ട ഒരു തുടർ വിഷയമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ ആ ഭാഗത്ത് അത് നമുക്ക് അതിൻ്റെ വിശദീകരണം വരും. ഏതായാലും ഇതാണ് സൂറത്ത് വന്നജ്മ് എന്നതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലം, അത് അവതരിക്കാനുള്ളതായ ചരിത്ര പശ്ചാത്തലം. ഇതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? അർ റഹ്മാനും
അർറഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ബർക്കത്തിനാൽ, ഇസ്മിൻ്റെ സഹായത്താൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ്. ഇവിടെ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം ബാ പിന്നെ ഇസ്തിആനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞവരുണ്ട്, തബറുക്കിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തയമ്മുനിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ, അള്ളാഹുവിൻ്റെ നാമം മഹനീയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്കുള്ളതാണ് എന്ത്? ഉത്തമമായ നാമങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഉത്തമമായ നാമത്തിൻ്റെ സഹായത്താൽ ഞാൻ തുടങ്ങുന്നു. എന്ത് തുടങ്ങുന്നു? ഇവിടെ ബിസ്മില്ല എന്നുള്ളത് ഒരു മഹദൂഫുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഒരു ക്രിയ കളഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇസ്മ കളഞ്ഞു പോയിട്ടുണ്ട്. ക്രിയ കളഞ്ഞു എന്നുള്ളത് സങ്കല്പിച്ചാൽ അബ്തദിഉ, ഞാൻ തുടങ്ങുന്നു ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ തുടങ്ങുന്നു. അതാണ് ക്രിയ. അവിടെ ഒരു ഇസ്മാണ് കളയപ്പെട്ടുള്ളത് എങ്കിൽ ബിസ്മില്ലാഹി ഇബ്തിദായി, അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു എൻ്റെ തുടക്കം. അപ്പോൾ എന്താ തുടങ്ങണത്? അത് പറഞ്ഞ എന്താ തുടങ്ങണത്? അത് പറഞ്ഞിട്ടില്ല. കാരണം ബിസ്മില്ല പലതും തുടങ്ങാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ അബ്തദിഉ ഖിറാഅത്തി ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ബർക്കത്തിനാൽ എൻ്റെ പാരായണം തുടങ്ങുന്നു എന്ന് അവിടെ നമുക്ക് സങ്കല്പിക്കാം. ബിസ്മില്ല കൊണ്ട് പാരായണം മാത്രമല്ല തുടങ്ങുന്നത്, ബിസ്മില്ല കൊണ്ട് പലതും തുടങ്ങുന്നുണ്ട്. എന്താ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്ന പരിപാടികൾ? ഭക്ഷണം, ഭക്ഷണം കഴിക്കുന്നത്, അതേപോലെ തന്നെ പാനം ചെയ്യുന്നതൊക്കെ ബിസ്മില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ബിസ്മില്ല എന്ന് പറയും. പിന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമ്മൾ മോന്തിയായാൽ സന്ധ്യയിൽ നമ്മളുടെ പാത്രങ്ങൾ അടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസ്മില്ല എന്ന് പറഞ്ഞ് പാത്രങ്ങൾ അടക്കണം. ഒളു ചെയ്യുമ്പോൾ ബിസ്മില്ല. പിന്നെ കത്ത് എഴുതുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ എഴുതും. ബിസ്മില്ല എന്ന് മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന അലാ ഖിലാഫിൻ. പണ്ഡിതന്മാർക്കിടയിൽ ഈ വ്യത്യാസമുണ്ട്, ഈ ഹദീസ് സഹിയാണോ അല്ലേ എന്നുള്ളത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് അത് പിന്നെ ചൊല്ലാം എന്നുള്ള പക്ഷക്കാരനാണ്. ഷെയ്ഖ് അൽബാനി ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല എന്ന് പറയൽ, ആ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ടെങ്കിലും എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി ചെല്ലുക എന്നുള്ളത് ഒരടിസ്ഥാനമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കാം. അതൊരു വിധേയത്തല്ല. അറവ് നടത്തുമ്പോൾ ബിസ്മില്ല വബില്ല അല്ലാഹു അക്ബർ അങ്ങനെയാണ് അറക്കേണ്ടത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന. പിന്നെ വസ്ത്രം വയ്ക്കുമ്പോൾ ധരിക്കുമ്പോഴാ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല അൽഹംദുലില്ലാഹി ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്നിട്ടുണ്ട്. ബിസ്മില്ല ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ. ബിസ്മില്ല എനിക്ക് അറിയില്ല നോക്കണത് അങ്ങനെ ഉണ്ടാ? അത് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ചൊല്ലണം. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, പിന്നെ മനുഷ്യരുടെ ഔറത്തിൻ്റെയും നഗ്നതയുടെയും ജിന്നുകളുടെ നോട്ടത്തിൻ്റെയും ഇടയിൽ ഒരാൾ ബിസ്മില്ല പറയാണ് വേണ്ടത്. അപ്പം അതൊരു മറയായി. തമാം. പിന്നെ ബിസ്മില്ല അത് മന്ത്രിക്കുന്ന സമയത്ത് ബിസ്മില്ല ഇല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം.
അല്ലെങ്കിൽ ഈ ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ളത് രാവിലെ ചൊല്ലുന്ന ദിക്റുകളിൽ 3 പ്രാവശ്യം, വൈകുന്നേരം ചൊല്ലുന്ന ദിക്റുകളിൽ 3 പ്രാവശ്യം ഉള്ളതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക് റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്തഹു ഫർഹംഹു വഇൻ അർസൽതഹു ഫഹ്ഫദ്ഹു ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അതിനുശേഷം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ. ബിസ്മില്ലാ ഇവിടെ വന്നത് ഓർക്കണില്ല. പാനത്തുകാരൻ പറഞ്ഞു മറ്റൊരു തവള. നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ അല്ല, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ അല്ല. അപ്പോൾ ഇവിടെ ബിസ്മില്ല പലതിനും ബിസ്മില്ല വേണം അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ സങ്കല്പിക്കേണ്ടതാണ് അബ്തദിഉ, ഞാൻ തുടങ്ങുന്നു. എന്താണോ തുടങ്ങുന്നത്? ബിസ്മില്ല കൊണ്ട് അത് ഞാൻ തുടങ്ങുന്നു. ഇവിടെ നമ്മൾ എന്താ തുടങ്ങുന്നത്? ഖുർആൻ പാരായണാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അബ്തദിഉ ഖിറാഅത്തി ബിസ്മില്ല, അബ്തദിഉ ഖിറാഅത്തി, എൻ്റെ പാരായണം ഞാൻ തുടങ്ങുന്നു ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത. നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം തയമ്മുനിനാണ്, അല്ലെങ്കിൽ തബറുക്കാണ്, ബർക്കത്തെടുക്കലാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ബൗൽ ഇസ്തിആന, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ഞാൻ എൻ്റെ പാരായണം തുടങ്ങുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ ഞാൻ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ബർക്കത്തിനാൽ ഞാൻ ഭക്ഷിക്കുന്നു. ഇങ്ങനെ. അപ്പോൾ ബിസ്മില്ലാ അർ റഹ്മാൻ അർ റഹീം, റഹ്മാനും അർ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ നാമത്തിൻ്റെ ബർക്കത്തിനാൽ ഞാൻ ആരംഭിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത ആശയം. എന്താണ് ആരംഭിക്കുന്നത്? ആരംഭിക്കുന്നത് വന്നജ്മി സൂറയാണ്. വന്നജ്മി ഇദാ ഹവ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. ഹവ ഇവിടെ മദ്ദുണ്ടാവില്ലേ? ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. വന്നജ്ം, നജ്മാണ് സത്യം. വാവുൽ ഖസമാണ്, സത്യം ആണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ വാവുൽ ഖസം. അന്നജ്ം, നജ്ം ഈ നജ്ം എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും അത് നക്ഷത്രമാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്രമാണ്? അതല്ല, നജ്മിന് വേറെ അർത്ഥമുണ്ടോ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില സംസാരങ്ങൾ കാണാം. ചിലർ പറഞ്ഞു വന്നജ്ം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ് സത്യം. നക്ഷത്രം എന്നുള്ളത് നക്ഷത്രങ്ങളാണ് സത്യം, അല്ലെങ്കിൽ നക്ഷത്രമാണ് സത്യം. അന്നജ്ം എന്നുള്ളത് ഇസ്മുൽ ജിൻസിന് പറയാം, വർഗനാമം ഉണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ നക്ഷത്രങ്ങളാണ് സത്യം. അപ്പോൾ നക്ഷത്രങ്ങൾ. അപ്പോൾ ആകാശലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത, എണ്ണയില്ലാതെ കത്തുന്ന നക്ഷത്രങ്ങളെല്ലാം ആണ് ഉദ്ദേശം. വന്നജ്ം, ആ നക്ഷത്രങ്ങളാണ് സത്യം. അപ്പോൾ നജ്ം എന്നുള്ളത് വർഗനാമാണ്. ചിലർ പറഞ്ഞില്ല, നിർണിത നക്ഷത്രമാണ് ഉദ്ദേശം. വന്നജ്ം എന്ന് പറഞ്ഞാൽ, നജ്ം എന്ന് പറഞ്ഞാൽ നുജൂമാണ് പ്ലൂരൽ, ബഹുവചനം. നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, അതിൻ്റെ ഏകവചനം എന്താണ്? നജ്മാണ്. ഒരു നക്ഷത്രമാണ് ഉദ്ദേശം. വന്നജ്ം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് സത്യം. അപ്പോൾ ഏത് നക്ഷത്രമാണ്? ചിലർ പറഞ്ഞു അത് ഷാറ, സുഹൽ, സഹറ, അറബിയിൽ എനിക്ക് അതിൻ്റെ പേരറിയുന്നത്. ചിലർ പറഞ്ഞത് സഹറയാണ്. ഇതിൻ്റെ അർത്ഥം ഞാനൊന്ന് നോക്കണം, എനിക്ക് ഇതിൻ്റെ നിങ്ങൾ
പിന്നെ ചിലർ പറഞ്ഞ് ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഷാറ നക്ഷത്രത്തെക്കുറിച്ച്. ചിലർ പറഞ്ഞ് ഇത് സുഹലാണ്. ഇതൊക്കെ നക്ഷത്രങ്ങളുടെ പേരാണ് അറബിയിൽ. ഈ നക്ഷത്രങ്ങളാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ്. ചിലർ പറഞ്ഞ് ഇത് കാർത്തിക നക്ഷത്രമാണ്, ഷാറ എന്നുള്ളത് കാർത്തിക നക്ഷത്രം. ഈ സഹറ മറന്നുപോയി, ഒരു പേര് മറന്നുപോയി ഇതിൻ്റെ തർജുമ. അപ്പോൾ ഈ രണ്ടർത്ഥപ്രകാരം ഇവിടെ വൻ നജ്ം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നക്ഷത്രങ്ങളാണ് സത്യം, അല്ലെങ്കിൽ നക്ഷത്രമാണ് സത്യം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്രം, അതിന് ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. മറ്റ് ചില പണ്ഡിതന്മാർ, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ നക്ഷത്രം എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെയോ നജ്ം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് നജ്മൻ നജ്മ എന്നാണ്. എങ്ങനെയാണ്? ഖണ്ഡശയായിട്ടാണ്. ഒറ്റയടിക്ക് ഖുർആൻ ഇറങ്ങിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പിന്നെയോ ഖണ്ഡശയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ വൻ നജ്ം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അർത്ഥം ഖണ്ഡശയായി ഇറങ്ങിയ ഖുർആനാണ് സത്യം. അപ്പോൾ അവിടെ മൂന്നാമതൊരർത്ഥം അതാണ് വൻ നജ്ം. നജ്ം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സൂറത്തുൽ വാഖിയ എടുത്തപ്പോൾ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, അവിടെ നുജൂം എന്ന് പറഞ്ഞതിന് അർത്ഥം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ഖണ്ഡശയായിട്ട് ഖുർആൻ ഇറങ്ങുന്ന സ്ഥലമാണ് സത്യം, അല്ലെങ്കിൽ ഖുർആൻ്റെ അവതീർണതയാണ് സത്യം എന്ന് പറയല്ലേ. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുടെ ഒരു പ്രത്യേകതയാണ് തൻജീം. അതായത് അത് നജ്മൻ നജ്മായിട്ട് ഇറങ്ങിയെന്നാണ്. നജ്ം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖണ്ഡശയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇറങ്ങുക. സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭം തേടുന്നതിനനുസരിച്ച് മാത്രമാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഒന്നായിട്ട് ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടില്ല. 6000 ചില്ലാനം ആയത്തുകൾ ഒന്നായിട്ട്, 114 സൂറത്തുകൾ ഒന്നായിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെയോ ചിലപ്പോൾ ചില സൂറത്തുകൾ ഒന്നിച്ചിറങ്ങി, ചിലപ്പോൾ ചില സൂറത്തിൽ ചില ഭാഗങ്ങൾ ഇറങ്ങി, ചിലപ്പോൾ ഒരായത്ത് ഇറങ്ങി, ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രാമാണികരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ അഭിപ്രായമാണ് ശരിയെന്നാണ്. ഏത്? വൻ നജ്ം. നജ്ം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പാൽപമായി അല്ലെങ്കിൽ ഖണ്ഡശയായി ഇറങ്ങിയ ഖുർആനാണ് സത്യം. എന്നിട്ട് അവർ അതിനെ പ്രബലപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞത് എന്താണ്? ശേഷം പറയാനിരിക്കുന്ന ഈ കാര്യം ഇതിനെ ഒക്കുള്ളൂ, ഈ അർത്ഥത്തിന് അവസാനം പറഞ്ഞ ഈ അർത്ഥം ഉണ്ടല്ലോ അതിനെ ഒക്കുള്ളൂ എന്നുള്ളതാണ് അവരുടെ പക്ഷം. അപ്പോൾ ഇവിടെ വൻ നജ്മി, നജ്മാണ് സത്യം. നജ്ം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങളാണെന്നോ നക്ഷത്രമെന്നോ അല്ലെങ്കിൽ ഖണ്ഡശയായി അവതീർണമായ വിശുദ്ധ ഖുർആനാണ് സത്യം. ഇദാ ഹവ, ഇദാ ഹവ, ഹവ എന്ന് പറഞ്ഞാൽ അവതരിച്ചു എന്നർത്ഥമുണ്ട്, നസല. അല്ലെങ്കിൽ അസ്തമിച്ചു, ഗാബ, വീണു എന്നർത്ഥമുണ്ട്, സഖത്ത. പല അർത്ഥങ്ങളുള്ളൊരു പദമാണത് ഹവ. സഖത്ത, ഗാബ, നസല, അങ്ങനൊക്കെ അർത്ഥമുണ്ട്. ഇതാ എന്ന് പറഞ്ഞാലോ ആയാൽ എന്നർത്ഥം. ആയാൽ ഷർത്തിൻ്റെ അതാത്താണ്. അപ്പോൾ വൻ നജ്ം, നജ്മാണ് സത്യം. ഇദാ ഹവ, നജ്ം അസ്തമിച്ചാൽ, നക്ഷത്രം അസ്തമിച്ചാൽ, അല്ലെങ്കിൽ നജ്ം അത് വീണാൽ, നക്ഷത്രം വീണാൽ ആ നക്ഷത്രമാണ് സത്യം. ആ അർത്ഥപ്രകാരം നക്ഷത്രം അസ്തമിച്ചാൽ എന്നുള്ളത് നമുക്കറിയാം. നക്ഷത്രം എന്തുണ്ട്? ഉദിക്കണമുണ്ട്, അസ്തമിക്കണമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വഭാവമുള്ള നക്ഷത്രമാണ് സത്യം. നക്ഷത്രം വീണാൽ എന്ന് പറഞ്ഞാലോ, എപ്പോഴാണ് നക്ഷത്രം വീഴുക? ആ അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ ഫൈദൻ നുജൂമുൻ കദറത്ത്, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? ഉതിർന്നു വീഴും. അവതീർണമായി എന്നർത്ഥം പറയലെപ്പോഴാ? വന്നജ്മീത ഹവ, ഖണ്ഡശയായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അത് അവതീർണമായാൽ ആ ഖുർആൻ കൊണ്ടാണ് സത്യം. ഖുർആൻ അവതീർണമായാൽ അവതീർണമായ ഖുർആൻ കൊണ്ടാണ് സത്യം.
മാ ദല്ല സാഹിബുക്കും വമാ ഗവ. ഇവിടെ സത്യം ചെയ്ത് പറയല്ലേ. എന്തിനാണ് നമ്മൾ സത്യം ചെയ്യണത്? എന്തിനാണ് സത്യം ചെയ്യണത്? എന്തിനാണ് ഒരാൾ സത്യം ചെയ്യണത്? അപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ പറയും ഇത് എത്രയാണ്? ഇത് 2 റിയാലാണ്. ഇത് 2 റിയാലാണ്, വല്ലാഹി 2 റിയാൽ. എന്തിനാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് പറയുന്നത്? 2 റിയാലാന്നുള്ളത് ഉറപ്പിക്കാനാണ് അല്ലേ? സത്യം ചെയ്തിട്ട് അതൊരു കാര്യം പറഞ്ഞു ഉറപ്പിക്കാനാണ് ചെയ്യുന്നത് സത്യം. അപ്പോൾ ഇവിടെ അള്ളാഹു വന്നജിം കൊണ്ട് സത്യം ചെയ്യാണ്, ഒരു കാര്യം പറഞ്ഞ് എന്തിന് ഉറപ്പിക്കാൻ, തീർപ്പാക്കാൻ. ഇവിടെ വന്നജിം എന്നുള്ളത് നക്ഷത്രമാണ് എങ്കിൽ നക്ഷത്രം അള്ളാൻ്റെ സൃഷ്ടിയാണ്, അള്ളാൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിനെ കൊണ്ട് സത്യം ചെയ്യാണ്. നമുക്ക് സൃഷ്ടിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ പടപ്പുകളാണ്, പടപ്പുകൾക്ക് വിധിവിലക്കുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പടപ്പുകൾ ഇനി ആരായാലും വൻ നബി, നബിയാണ് സത്യം, വൽ കഅബ, കഅബയാണ് സത്യം പോലും പറയാൻ പാടുള്ളതല്ല. കാരണം അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതേസമയം അള്ളാഹുവിന് വിധിവിലക്കുകളില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചില പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഏതൊരു പടപ്പിനെ കൊണ്ട് സത്യം ചെയ്തു ആ പടപ്പൊക്കെ അതിന് ചില പ്രത്യേകതകളുണ്ട്, അതിന് ചില സ്ഥാനമാനങ്ങളുണ്ട്, അതിന് ചില പവിത്രതകളുണ്ട്. അതറിയിക്കാനാണ് അള്ളാഹു ആ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നജിം എന്നുള്ളത് നക്ഷത്രമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു മഹാസൃഷ്ടിപ്പാണെന്ത്? നക്ഷത്രങ്ങൾ. അപ്പോൾ വന്നജ്മി ഇദാ ഹവ മാ ദല്ല സാഹിബുക്കും വമാ ഗവ. സത്യം ചെയ്തിട്ട് ഉറപ്പിക്കുന്നു പറഞ്ഞല്ലേ, ഉറപ്പിക്കുന്ന വിഷയം ഏതാണ്? അത് ഈ വിഷയമാണ്. ഇതാണ് സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന സംഗതി. മാ ദല്ല സാഹിബുക്കും വമാ ഗവ. അവിടെ ദല്ലയും ഉണ്ട്, ഗവയും ഉണ്ട്. ദല്ലൻ്റെ പ്രത്യേകത അറിയാതെ പിഴക്കണീനാണ് ദല്ല എന്ന് പറയാം. അറിവില്ലാതെ പിഴക്കണീനാണ് ദല്ല എന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് പിഴക്കും, അതിനാണ് ഗവ എന്ന് പറയാം. ഗവ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താ അറിഞ്ഞു പിഴക്കുക, അറിയാതെ പിഴക്കാറാണ് അതിൻ്റെ ഉദ്ദേശം? ചിലരെന്ത് ചെയ്യും? പഠിക്കാതെയും അറിയാതെയും വഴികേടിൽ ചെന്ന് ചാടും. ഇവർക്കറിയില്ല, മനസ്സിലായിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യും? വഴികേടിൽ ചെന്നിട്ട് ചാടും. അങ്ങനെ മനുഷ്യന്മാർ തെറ്റിൽ ആപതിക്കുന്നവരുണ്ട്. അറിയാതെ അജ്ഞതയിൽ ജീവിച്ച് പിന്നെ അപകടത്തിൽ ആപതിച്ചു എന്ന് പറയും. ചിലർ അറിഞ്ഞിട്ടും പിഴക്കും, അറിവുണ്ട് പക്ഷെ എന്നാലും പിന്നെ പിഴക്കും. അങ്ങനെ അറിഞ്ഞ് പിഴക്കണീന് ഗവ എന്നും അറിയാതെ പിഴക്കണീന് ദല്ല എന്നും പറയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 പിഴവും നിഷേധിക്കുകയാണ്. 2 പിഴവും നിഷേധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ് മാ ദല്ല, അറിവില്ലാതെ പിഴക്കുക എന്നുള്ള പിഴവ് അങ്ങനെ അത് ഉണ്ടായിട്ടില്ല. മാ ദല്ല, അങ്ങനെ പിഴച്ചിട്ടില്ല. സാഹിബുക്കും, സാഹിബുക്കും സാഹിബുക്കും നിങ്ങളുടെ സാഹിബ്. നിങ്ങളുടെ സാഹിബ് എന്ന് പറഞ്ഞാൽ, സാഹിബ് എന്ന് പറഞ്ഞാൽ സഹചാരി, കൂട്ടുകാരൻ, വക്താവ് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥങ്ങൾക്കാണ് പ്രയോഗിക്കുക. സാഹിബുക്കും നിങ്ങളുടെ സാഹിബ്. നിങ്ങളുടെ സാഹിബ് എന്ന് പറയുമ്പോൾ ആരെയും നിങ്ങൾ? കുഫാറു മക്ക, മക്കയിലെ അവിശ്വാസികൾ. മക്കയിലെ അവിശ്വാസികൾ, മക്കയിലെ അവിശ്വാസികളുടെ സാഹിബാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, സാഹിബാണെന്ന് പറയാൻ കാരണം എന്താ? അവരോടൊപ്പം 40 വർഷം ജീവിച്ച ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കക്കാരോടൊപ്പം, ഒരു കൂട്ടരോടൊപ്പം ഒരാൾ 40 വർഷം ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ രാവും പകലും ഒക്കെ ആർക്കറിയാം? ആ ആളുകൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വർഷം മക്കക്കാരോടൊപ്പമല്ല, വേറെ എവിടെയിലാണ്. 40ാമത്തെ വയസ്സിൽ ഇറങ്ങി വന്നിട്ട്, മക്കയിൽ നിന്ന് മല ഇറങ്ങി വന്നിട്ട് പറയണം അസ്സലാമു അലൈക്കും, ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം താങ്കൾ ആരാണ്?
മനുഷ്യനാണോ അതല്ല വേറെ ഏതെങ്കിലും പടപ്പാണോ, നിങ്ങളെ ഞങ്ങൾക്കറിയില്ലോ, ആരാണ് നിങ്ങളുടെ പിതാവ്, ഏതാണ് നിങ്ങളുടെ കുടുംബം, ഇതൊക്കെ ചോദിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ഖുർആൻ ഓതുന്ന വ്യക്തി ആരാ? 40 വർഷം അവർക്കറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമേത്, മാതാവേത്, പിതാവ് ആര്, മാതാപിതാക്കൾ ആര്, പിതൃവ്യന്മാരാര്, അദ്ദേഹത്തിൻ്റെ അമ്മായിമാരാര്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്, അദ്ദേഹത്തിൻ്റെ ബന്ധം ആരുമായി, അദ്ദേഹത്തിന് 40 വർഷത്തെ ജീവിതം എന്ത്, ശൈശവമെന്ത്, ബാല്യമെന്ത്, യൗവനമെന്ത്, ഇതൊക്കെ അറിയുന്ന ആളുകളാണ് ആര്? മക്കക്കാർ. അതവർ സമ്മതിക്കുന്ന കാര്യമാണ്. അതവർ സമ്മതിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വല്ലാഹി മാ ജറബ്ന അലൈഹി കദിബൻ ഖത്ത്, അള്ളാഹുവാണ് ഞങ്ങൾ മുഹമ്മദിൽ ഒരിക്കലും കളവ് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ഈ പറയണത് ആരാ? വല്ലാഹി മാ ജറബ്ന അലൈഹി കദിബൻ ഖത്ത്, ഒരിക്കലും മുഹമ്മദിൽ ഞങ്ങൾ കളവ് പറയുക എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കദ്ദാബ് എന്ന് വിളിക്കുന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജഹല പറയണത്. ഖുർആൻ ഓതുമ്പോൾ ഇവൻ കദ്ദാബാണ് എന്ന് പറയുന്ന അബൂജഹലാണ് 40 വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നീണ്ട ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്തില്ല, മുഹമ്മദിൽ കളവ് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് മാ ദല്ല സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ് ആരല്ല, ഒരിക്കലും പിഴച്ചു പോയിട്ടില്ല. അത് ആ പ്രയോഗം അത് വളരെ ഹൃദയസ്പൃക്കായ ആശയസമ്പുഷ്ടമായ ഒരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രയോഗിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? പിന്നെ ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ അമീൻ വമാ സാഹിബുക്കും ബിമജ്നൂൻ. ഷുഫ്, വമാ സാഹിബുക്കും, ഇന്ന് അവർ പറയാണ് ഭ്രാന്തനാണ്. അപ്പോൾ അള്ളാഹു പറയാണ് വമാ സാഹിബുക്കും, നിങ്ങളുടെ സാഹിബാണ്. അത് അയാൾ എന്തല്ല, ബിമജ്നൂൻ, ഒരിക്കലും മജ്നൂനല്ല. അപ്പോൾ പിന്നെ അതാണ് അള്ളാഹു അവിടെ ആ പ്രയോഗിച്ചതിൻ്റെ പ്രത്യേകത. മാ ദല്ല സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ് അറിയാതെ തെറ്റിയിട്ടില്ല. വമാ ഗവ, വാവ് അത്ഫിൻ്റെതാണ്, എന്ന അർത്ഥത്തിന്. മാ ഗവ എന്ന് പറഞ്ഞാൽ എന്താ, അറിഞ്ഞുകൊണ്ടും തെറ്റിയിട്ടില്ല. റിവായത്ത് ദലാലത്ത് എന്ന് പറഞ്ഞാൽ അറിയാതെ അജ്ഞതയിലകപ്പെടുക. റിവായത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പിന്നെ അപകടത്തിലാപതിക്കുക. നസാറാക്കൾ ദലാലത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് വലദ്ദാലീൻ എന്ന് പറയുന്നത്. കാരണം എന്താ, അവർ വിവരക്കേടിൽ നീന്തിയിട്ട് അവർ അപകടത്തിൽപ്പെട്ട്. ജൂതന്മാർ അങ്ങനെയല്ല, ജൂതന്മാർ റിവായത്തിൻ്റെ ആളുകൾ. കാരണം അവർ അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവർ പല അപകടങ്ങളിലും ചെന്ന് പെട്ടത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മാ ദൽ വമാ ഗവ, റസൂലുള്ള ദലാലത്തിലും അകപ്പെട്ടിട്ടില്ല, ഗവായത്തിലും അല്ലെങ്കിൽ റിവായത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകപ്പെട്ടിട്ടില്ല. അറിഞ്ഞും അറിയാതെയും വഴികേട് പ്രവർത്തിച്ചവനല്ല നിങ്ങളുടെ സാഹിബ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതും അള്ളാഹു വൻ നജ്ം ഇദാ ഹവ, നജ്മിനെ കൊണ്ട് സത്യം ചെയ്തിട്ടാണ് അള്ളാഹു ഈ കാര്യം ആണയിട്ട് പറയുന്നത്. അപ്പം മാ ദല്ല സാഹിബുക്കും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. വമാ യൻതിഖു, വമാ വാവ് അത്ഫിൻ്റെ വാവ്, മാ യൻതിഖു, നതഖ യൻതിഖുന മൊഴിയുക, ഉച്ചരിക്കുക. നുത്ഖന സംസാരം. ഈ മാ ഇതൊക്കെ മാ നാഫിയാണ്, നിരാകരിക്കാനാണ്. മാ യൻതിഖു, അദ്ദേഹം മൊഴിയുകയില്ല, സംസാരിക്കുകയില്ല. അനിൽ ഹവ, ഹവ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം അല്ലെങ്കിൽ ദേഹേച്ഛ, സ്വേച്ഛപ്രകാരം.
തന്നിഷ്ടം. ദേഹേച്ഛ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ മൈലുൻ നഫ്സ് ഇലൽ ബാത്തിൽ. ഇത് ഹവ ക്രിയയാണ്. ഇത് ഹവ എന്നുള്ളത് പിന്നെ ഇവിടെ ഈ ഹവ ഇസ്മാണ്. ഇത് ഹവ എന്നുള്ളത് ഹവ യഹ്വി ക്രിയയാണ്. ഇത് അൽ ഹവ ഇസ്മാണ്. ഇത് അൽഫലാമ വന്നാണ്ടില്ലേ. പിന്നെ ഈ ഇത് ഹവ എന്നുള്ളത് ക്രിയയാണ്. ഇവിടെ പറഞ്ഞ ഹവ ഉണ്ടല്ല, അത് ഇസ്മാണ്. ഇത് വർബാണ്, മറ്റേത് നൗണാണ്. ഇത് നൗണാണെന്നുള്ളതിനുള്ള അടയാളം അതിന് മുന്നിൽ ആര് വന്നു? അൽഫ്ലാം വന്നു. ബിൽ ജർരി വത്തൻവീനി വന്നീദാ വഅൽ വമുസ്നദിൻ ലിൽ ഇസ്മി തമീസുൻ ഹസൽ. അൽഫിയയിൽ ഇബ്നു മാലിക് പറഞ്ഞാണത്. ബിൽ ജർരി വത്തൻവീനി വന്നീദാ വഅൽ വമുസ്നദിൻ ലിൽ ഇസ്മി തമീസുൻ ഹസൽ. ഇസ്മിന് തമീസ്, ഇസ്മാണ് എന്നുള്ളതിന് വേർതിരിച്ചറിയാൻ പറയപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ടതാണ് ജറ് തൻവീൻ. അതിൽപ്പെട്ടതാണ് ഈ അൽ എന്നുള്ളത്. അപ്പോൾ അല്ല് വന്നതുകൊണ്ട് ഇത് ഈ ഹവല്ല, ഇത് ഇസ്മാണ്. പക്ഷേ ഈ ഹവയും അതിൻ്റെ ഘടനയിൽ ഒരുപോലെയാണ്. അപ്പോൾ ഇതിനെന്തുണ്ട്? ഇതായിട്ട് ബന്ധമുണ്ട്. ഹവക്ക് ഇതായിട്ട് ബന്ധമുണ്ട്. തെറ്റുക, വീഴുക, ഇതൊക്കെ അല്ലേ പിന്നെ ഈ ഹവൻ്റെ അർത്ഥം പറഞ്ഞത്. മനുഷ്യന്മാർ തങ്ങളുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് നിരർത്ഥകതയിലേക്ക്, അസത്യത്തിലേക്ക് തെറ്റുക, വഴുതുക, വീഴുക, അതാണെന്ത്? ഹവ. തന്നിഷ്ടം, ദേഹേച്ഛ, സ്വേച്ഛപ്രകാരം ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഇതിന് ദേഹേച്ഛ എന്ന അർത്ഥം പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശാർത്ഥമാണ്. നേരിട്ടുള്ള അർത്ഥം എന്താണ്? തെറ്റുക, വീഴുക എന്നുള്ളതൊക്കെയാണ്. നിപതിക്കുക, അതായത് ശുദ്ധ പ്രകൃതിയിൽ നിന്നുള്ള ഒരു മനുഷ്യ മനസ്സിൻ്റെ വീഴ്ച, പതനം. അതുകൊണ്ടാണ് അതിന് ദേഹേച്ഛ എന്ന് പറയുന്നത്, സ്വേച്ഛ എന്ന് പറയുന്നത്. ദേഹേച്ഛയുടെ പ്രത്യേകത അതാണ്. ദേഹേച്ഛ മനുഷ്യർക്ക് അള്ളാഹു നൽകിയൊരു ഫിത്രത്ത് ഉണ്ടാവും, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അസത്യത്തിലേക്ക് അല്ലെങ്കിൽ അധർമ്മത്തിലേക്ക്, അന്യായത്തിലേക്ക് എന്ത് ചെയ്യും? തെറ്റിക്കും, അല്ലെങ്കിൽ ആപതി വെക്കും. മനസ്സിലായ? അപ്പോൾ വമാ യൻതിഖു അനിൽ ഹവ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹവയെ തൊട്ട് സംസാരിക്കൂല, ഹവയാൽ സംസാരിക്കൂല. തന്നിഷ്ടപ്രകാരം സംസാരിക്കൂല, സ്വേച്ഛപ്രകാരം സംസാരിക്കൂല. പിന്നെയോ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ഇൻ ഹുവ, ഇൻ എന്നുള്ളത് ഇവിടെ മാ എന്നുള്ള അർത്ഥത്തിലാണ്. നഫീൻ്റെ മാ ഹുവ എന്നുള്ള അർത്ഥത്തിൽ. ഇൻ ഹുവ അത് അല്ല. അതെന്ന് പറഞ്ഞാൽ നുത്ഖ്, അദ്ദേഹത്തിൻ്റെ സംസാരം. ഇൻ ഹുവ എന്ന് പറഞ്ഞാൽ മാ ഹുവ അത് അല്ല. ഇല്ല വഹ്യുൻ, വഹി അല്ലാതെ. ഇല്ല എന്നുള്ളത് ഇസ്തിസ്ന. അപ്പം മാ ഹുവ ഇല്ല വഹ്യുൻ എന്നർത്ഥം. അത് വഹി അല്ലാതെ അല്ല. വഹ്യുൻ, എന്താ വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ബോധനമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ബോധനം. അപ്പം ഇൻ ഹുവ അദ്ദേഹത്തിൻ്റെ സംസാരം അല്ല. ഇല്ല വഹ്യുൻ, വഹി അല്ലാതെ. എങ്ങനെയുള്ള വഹി? യൂഹ, ബോധനം നൽകപ്പെടുന്ന. ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി, യൂഹി ബോധനം നൽകുന്നു, യൂഹ ബോധനം നൽകപ്പെടുന്നു. അപ്പോൾ യൂഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധനം നൽകപ്പെടുന്ന, വഹി നൽകപ്പെടുന്ന, വഹിയല്ലാതെയല്ല എന്ത്? അദ്ദേഹത്തിൻ്റെ സംസാരം. മനസ്സിലായത്? ഇൻ ഹുവ തിരുനബിയുടെ സംസാരമല്ല. ഇല്ല വഹ്യുൻ, വഹിയല്ലാതെ. എങ്ങനെയുള്ള വഹി? യൂഹ, അദ്ദേഹത്തിന് ആ വഹി നൽകപ്പെടുന്നു. മുഹമ്മദ് നബിക്ക് വഹി നൽകപ്പെടുന്ന, വഹിയല്ലാതെ
അല്ല അദ്ദേഹത്തിൻ്റെ സംസാരം. കുറേ മസ്അലകൾ ആ ഒരായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരമൊക്കെ എന്താണെന്ന് പറഞ്ഞത്? വഹയ എന്ന് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയല്ലാത്തത് സംസാരിച്ചിട്ടില്ലേ? ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മതത്തിൽ ഇജ്തിഹാദ് പാടുണ്ടോ? ഗവേഷണം പാടുണ്ടോ? ഇല്ല, ഒറ്റടിക്ക് ഇല്ല. ഖലാസ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ അള്ളാഹു തിരുത്തിയത് അല്ലേ? ചില സംസാരങ്ങൾ റസൂൽ നടത്തിയിട്ടുണ്ട്, അതിൽ അള്ളാഹുവിൽ നിന്നുള്ള തിരുത്ത് വന്നിട്ടുണ്ട്. അതെന്താണ്? വഹയാണോ അതല്ല ഇജ്തിഹാദാണോ? ഇങ്ങനെ കുറേ മസാലകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു വിശദമായിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. നമുക്കതിൽ അത് ഇവിടെ സംസാരിക്കണം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത രീതിയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.